തിരുവനന്തപുരം വള്ളക്കടവിൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ഓർഡർ ഡെലിവറി ചെയ്യാൻ എന്ന വ്യാജേന എത്തിയ ആളാണ് അക്രമം കാട്ടിയത്. ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖം മറച്ച് എത്തിയ അക്രമി 3 തവണ സിനിക്ക് നേരെ വെടിവെച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 മണിയോട് കൂടിയായിരുന്നു സംഭവം. പാഴ്സൽ ഡെലിവറി ചെയ്യാനാണെന്ന വ്യാജേന മുഖം മറച്ചെത്തിയ അക്രമി സിനിയുടെ കയ്യിൽ മാത്രമേ പാഴ്സൽ കൊടുക്കൂ എന്ന് നിർബന്ധം പറഞ്ഞു. തുടർന്ന് പുറത്തേക്കെത്തിയ സിനി പാഴ്സൽ ഒപ്പിട്ട് കൈപ്പറ്റാനുള്ള പേന എടുക്കാനായി തിരിയവെയാണ് അക്രമി വെടിവെച്ചത്. നിലവിൽ അക്രമി വെടിവെച്ചത് എയർഗൺ ഉപയോഗിച്ചിട്ടാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നടുവിലെ ഒരാൾ പാർസൽ കൊണ്ടുവന്നിട്ട് പിന്നെ കാലിംഗ് ബെൽ അടിച്ച ശേഷം പ്രത്യേകിച്ചും പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൺസേൺഡ് ഇൻഡിവിജ്വൽക്ക് മാത്രമേ കൊടുക്കണമെന്ന് വിളിച്ചതായിട്ടും അത് കഴിഞ്ഞ ശേഷം സിനി തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ സിനി കൈക്ക് വന്ന ശേഷം ദാൻ ഒരു പിസ്റ്റൾ പോലെ എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട്. അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്. അത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ അടുത്ത അച്ഛൻ അവിടെ തന്നെ ഉണ്ട്. ബാക്കി 1 or 2 റൗണ്ട്സ് ഫയർ ചെയ്തതായിട്ടാണ് കാണുന്നുണ്ട്. അത് ബൈ ഷൂട്ടിംഗ് അറ്റ് ദി വാൾ. അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്ന് എന്താണ് സംഗതികൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം. അക്രമി ഒരു സ്ത്രീയാണെന്നാണ് സിനിയുടെ ഭർത്തൃപിതാവിന്റെ പ്രതികരണം. യാതൊരു പരിചയവുമില്ല. ശരീരം അബ്നോർമലായിട്ട് ഒരു വിൻഡി ചീറ്റർ ഇട്ടിട്ട് മോഹനിക്കനെ മറച്ചിട്ടുണ്ട്. വിൻഡി ചീറ്ററിന്റെ ഹുഡില്ലേ, ആ ഹുഡ് സാധാരണ നമ്മളിങ്ങനെ വെറുതെ പേരിനെങ്കിലും വയ്ക്കും, അത്ര തന്നെ. ഇതിങ്ങനെ കൂടുതലും മറച്ചിട്ടുണ്ട്. സിനി സെൻട്രൽ ഗവൺമെന്റിന്റെ NHRMൽ PRO ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. കൈക്ക് പരിക്കേറ്റ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തും. പരിസരത്തെ വീടുകളിലെ CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.